ഇന്നുണ്ടല്ലോ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മഴയും കാര്യങ്ങളുമായിട്ട് ഫുൾ അന്തരീക്ഷമൊക്കെ അങ്ങ് ഇരുണ്ട് പോയി കേട്ടോ. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ അത്യാവശ്യം കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഒരു ഫണ്ടല്ലേ. ഞാൻ ഇതിന് മുന്നേയും ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ടുള്ളത് കൊണ്ടും ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളത് കൊണ്ടിട്ടും എനിക്ക് പേടിയാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. ആദ്യമേ തന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു, കുറച്ച് മിച്ചറൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ട് ഇതേ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കും കേട്ടോ. ടിപ്പിക്കൽ നമ്മുടെ കേരള ഹോംസിൽ കാണത്തില്ലേ, ഇതുപോലെ നമ്മുടെ ലിക്വിഡിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നത് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഒന്ന് വൃത്തിയാക്കി വെക്കാണ്ടായിരുന്നു. കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കുറച്ച് ജ്യൂസ് അടിക്കാനായിട്ട് പൈനാപ്പിൾ ജ്യൂസാക്കി വെച്ചു കേട്ടോ. പിന്നെ വിചാരിച്ചു ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് കുറച്ച് മാഗി ഉണ്ടാക്കാൻ. അത് നമ്മുടെ കൊറിയൻ മാഗി ആട്ടോ ഉണ്ടാക്കുന്നത്. അത് ഒരു സ്പൈസി മാഗി ഉണ്ടല്ലോ അതാട്ടോ. ഞാൻ ഫുൾ മസാലയൊന്നും ഇട്ടില്ല, ഒരു ഹാഫൊക്കെ ഇട്ടുള്ളൂ. എങ്ങാനും എരിഞ്ഞ് പുകഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ മാഗിയും നമ്മുടെ ജ്യൂസും ഒക്കെ എടുത്തിട്ട് നേരെ കഴിക്കാനായിട്ട് വന്നു. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാനും പാപ്പയും തമ്മിൽ ഫൈറ്റ് കിടക്കുന്നത് ഈ മാഗി തിന്നുന്നതിൻ്റെ പേരിലാണ്. പാപ്പക്ക് തീരെ ഇഷ്ടമില്ല, ഇവിടെ ഇക്കാക്കും ഇഷ്ടമല്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ കഴിച്ചു പോകുന്നു.